ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. തിരിച്ചെത്തിയിട്ടേ ആക്ച്വലി ഒരാഴ്ച കുറച്ചൊരു ക്ഷീണമുള്ള ഒരു പീരീഡ് ആയിരുന്നു. അതുകൊണ്ട് അധികം റെസ്റ്റ് ആയിരുന്നു. നമ്മുടെ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾക്ക് ഒന്ന് ഗെറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1.5 ആഴ്ചയോളം റെസ്റ്റ് എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് കാര്യമായിട്ട് അയണിൻ്റെ കുറവില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതേപോലെ കുറേ കാലമായി നമ്മൾ നമ്മുടെ ഗാർഡനിന് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത്ര ഒരു വൃത്തിയുള്ള ഒരു സ്റ്റേജിലല്ല ഗാർഡൻ ഇരിക്കുന്നത്. കുറേ പുല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നാളെ ഒരു ദിവസം ഫുൾ ഡേ എടുത്ത് നമ്മൾ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിന്നൊരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. മേജർ ആയിട്ടുള്ള അർജന്റ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിന്ന് പുറത്തു പോകാം. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി രസമുള്ളൊരു വ്ളോഗായിരിക്കും. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ഒരു പുതിയ ആളുടെ വരവ് കാരണം വരുത്താൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ നമുക്ക് ഇറങ്ങണം ഒരു 10 മിനിറ്റിൽ. രാവിലെ എണീറ്റു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ഗാർഡൻ ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു. കാരണം ആപ്പിളും അതേപോലെ തന്നെ ഗ്രേപ്സും ഒക്കെ കായിട്ടിട്ടുണ്ട്. നല്ല വെള്ളം ആവശ്യമുള്ള സമയമാണ്, അങ്ങനെ മഴയൊന്നുമില്ല ഇപ്പോൾ കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വശമല്ല, നിങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. നമുക്കൊരുപാട് മരം ചെടിയൊക്കെ ഉള്ളൊരു ഗാർഡൻ ആവുകൊണ്ട് അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ്. നമുക്കിതൊക്കെ വെട്ടി കൃത്യം ഷേപ്പിൽ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയുണ്ടായിരിക്കില്ല കാണാൻ. പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാ ഇലയും കൂടെ നിലത്തെത്തി നമുക്ക് കുറച്ച് പണിയാണ് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കാൻ. പക്ഷേ സ്പ്രിങ്ങും അതേപോലെ തന്നെ സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ മരങ്ങളും കായ്ച്ച് കുറേ പൂവൊക്കെ ആയി നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാണ്. കഴിഞ്ഞ 2 വ്ളോഗായിട്ട് നമ്മൾ പറയാൻ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വ്ളോഗിലെങ്കിലും പറയണം കേട്ടോ. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു yet another episode of Tani Malayalis പ്രഹസനം. It's not. It's a 28-page interrogatory for Strauss Bank. Thanks. This guy is here. What are you doing? You told me you don't work with people you don't trust. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ചെറിയ തണുപ്പും മഴയൊക്കെ ഉള്ള ഒരു വെതറായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നും നാളെയും നല്ല അടിപൊളി വെതറാണ്. 21-22 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ഷോർട്ട് ഡ്രസ്സ് ഇടാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള ഡ്രസ്സൊന്നും കുറച്ച് കഴിഞ്ഞ് എനിക്ക് പാകാവില്ല എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഡ്രസ്സ് ഇപ്പോഴുള്ള സൈസിനേക്കാളും ഒരു സൈസ് വലുത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വലുതായി തടിച്ചില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സ് എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് ഞാൻ നമ്മുടെ ബേസിക് സ്കിൻ കെയർ തീർത്തായിരുന്നു കേട്ടോ. ഇനി ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് അധികം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഈ ഷെയ്ഡ് വരുന്നത് കാർണേഷൻ ന്യൂഡ്. എൻ്റെ ഫേസിന് നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ കാണുന്നത് പോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ അപ്ലൈയിങ് വളരെ സ്മൂത്താണ് കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇയും അവക്കാഡോ ഓയിലുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ ഡേ ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. പിന്നെ ബാക്കിയെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സേഫാണ്. ഈ ഒരു കാറ്റഗറിയിൽ കാർണേഷൻ ന്യൂഡ് അല്ലാതെ വേറെ 17 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷെയ്ഡും കാണാനായിട്ട് പറ്റും. ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫും കൂടെ കിട്ടുന്നതാണ്. അങ്ങനെ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് വിഷ്ണു ഉണ്ടാക്കി വെച്ച ഈ ഉപ്മാവും കൂടെ കഴിച്ച് നമുക്ക് പെട്ടെന്ന് സ്ഥലം വിടാട്ടോ. നിങ്ങൾ ഈ വീട്ടിൽ വരികയാണെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ശബ്ദമായിരിക്കും കേൾക്കുക. ഇതില്ലാതെ ഈ വീട് പ്രവർത്തിക്കില്ല. ഇതെൻ്റെ മൾട്ടി വൈറ്റമിൻ ആണ്. ഇത് പ്രഗ്നൻസി പീരീഡിൽ അവർ കഴിക്കാൻ പറഞ്ഞ ഒരു മൾട്ടി വൈറ്റമിൻ ആണ്. വിഷ്ണുവും കഴിക്കാറുണ്ട് ഡെയിലി. ഈ മൾട്ടി മാൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് വെച്ചിട്ട്. നമ്മളിപ്പോൾ 10 മിനിറ്റിൽ ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന്റെ മുന്നേ 2 മിനിറ്റിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മൾ ഈ വീട്ടിൽ വരുത്തുന്നത് ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. എനിക്കിപ്പോൾ 28th വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 28 ആഴ്ചയായി കഴിഞ്ഞാൽ ക്രാംസ്വോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ലേഡി നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് കുട്ടീനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംഗതികളെല്ലാം വീട്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുന്നേ. ഓക്കെ, വാങ്ങിക്കേണ്ട ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. നമ്മളോട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടില്ല, വെറും പ്ലെയിൻ ആയിട്ടുള്ള ഹൗസാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു വാങ്ങിക്കേണ്ട ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. ഒപ്പം ഞാൻ കുറച്ചും കൂടെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അന്ന് നമ്മൾ ബേബി പാർക്കിൽ പോയിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്യാനും ഒപ്പം ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയും പോവുകയാണ്.
അതിന്റെ ഒപ്പം ചെറുതായിട്ട് ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിൽ വരുത്തേണ്ടി വരും. ചെറുതായിട്ടല്ല, വലുതായിട്ട് മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ വരുത്തേണ്ടി വരും. കാരണം ഇതൊട്ടും ഒരു ബേബി ഫ്രണ്ട്ലി ഹൗസ് അല്ല. കുറെ സാധനങ്ങൾ നിലത്തും മുകളിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഗ്രാജുവലി മെല്ലെ വരുത്താനുള്ള മാറ്റങ്ങളാണ്. അതല്ലാതെ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മാറ്റം എന്താന്നുള്ളത് 1 മിനിറ്റ് ഞാൻ പറയാം കേട്ടോ. കമാൺ. ഒന്നാമത്തെ ഒരു മാറ്റം നമ്മൾ വരുത്തുന്നത് ഈ ഒരു ഹോൾവേയിലാണ് കേട്ടോ. ഇത് കുറച്ചധികം കാലമായി നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ കളർ ഒന്ന് മാറ്റണം, ഇവിടെ ഒരു പെയിന്റിങ് ആഡ് ചെയ്യണം, 1-2 സ്പോട്ട് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണം. പക്ഷെ അതൊന്നും ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇത്തവണ ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഒരു കാർപ്പറ്റ് ഇല്ലേ നമ്മൾ ഈ ഒരു നമ്മുടെ സ്റ്റെയർസിൽ ഇട്ടിട്ടുള്ളത്, അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഇത് കുറച്ചധികം കാലമായി നമ്മളിങ്ങനെ വിചാരിക്കണോ മാറ്റണം എന്നുള്ളത്. നമ്മൾ ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഈ കാർപ്പറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പെട്ടെന്ന് മാറിയ ധൃതിയിൽ നമ്മൾ വീട് പെയിന്റ് അടിക്കും, ചില ഫ്ലോറിംഗിൽ വ്യത്യാസം വരുത്തും, ബാത്റൂം റിനോവേഷൻ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന് നമ്മളൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. തൽക്കാലം ഇതും മുകളിലത്തെ സ്റ്റെയർസും രണ്ടും കൂടെ നമ്മളൊന്ന് മാറ്റി ഈ കാർപ്പറ്റ് ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഓണേഴ്സ് ഉണ്ടല്ലോ, അവരൊരു ഭയങ്കര മൃഗസ്നേഹികളായിരുന്നു. നമ്മളിവിടെ വീട് കാണാൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3 പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു, പിന്നെ 2 പൂച്ചയുണ്ടായിരുന്നു, പിന്നെ ഈ കുഞ്ഞ് ഇതില്ലേ എന്താ അതിന് പറയുക വിഷ്ണു, ഹാംസ്റ്ററോ അറിയില്ല. അപ്പൊ ആ സംഗതി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഇട്ട സെറ്റപ്പില് ഉറുമ്പിനെ വളർത്തുന്നുണ്ടായിരുന്നു, തത്തയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉള്ള ഒരു വീടായിരുന്നു ഇത്. അപ്പോ നമ്മൾ ബേസിക് ക്ലീനിങ് ഈ കാർപ്പറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡീപ് ക്ലീനിങ്ങിലോട്ടൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇതൊന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോ പോകുന്നത്. കട്ടിച്ച് ബാക്കി നമുക്ക് മുകളിലാണ്. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമില് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മൾ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നമുക്കൊരു ക്രിബ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഈ സൈഡില് നമുക്കൊരു ഡയപ്പർ സ്റ്റേഷൻ പോലെ ചെയ്യണം. ഡയപ്പറൊക്കെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് പോലെയും കുട്ടിയുടെ ഡയപ്പറും റോംബറും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. പിന്നെ ഒരു റീക്ലൈനർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. എന്നോട് കുറേ ആൾക്കാർ, അതായത് അമ്മു ചേച്ചിയും ആര്യയും ദീപ ചേച്ചിയും ഒക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു, അധികം ആൾക്കാർ സംസാരിക്കാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പൊ അത് നമുക്ക് ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ റീക്ലൈനർ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു TV ഇവിടെ. ഇതൊക്കെയാണ് നമ്മൾ വരുത്താൻ വെച്ചിട്ടുള്ള ചെറിയൊരു മാറ്റം. അപ്പോൾ ഇതിൽ 1-2 സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ബാക്കി നോക്കാനാണ് ഇപ്പൊ പോണത്. പിന്നെ ഈ ഒരു റൂം ഇപ്പൊ എന്തിനാണ് എക്സിസ്റ്റ് ചെയ്തതെന്ന് അറിയാത്ത റൂമാണ് കേട്ടോ. ഇതിൽ കുറച്ച് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫുള്ളി ഈ റൂം ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇത് നമ്മളൊരു ബേബി റൂം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കേർട്ടൻസും കാര്യങ്ങളും മാറ്റണം, 1-2 വാർഡ്രോബ്സ് വരും. തൽക്കാലം അത്രേ ചെയ്യുന്നുള്ളൂ. കാരണം ക്രിബ് നമ്മൾ ഓൾറെഡി ഇപ്പം മറ്റേ റൂമിലാണല്ലോ ഇടുന്നത്. ഫ്യൂച്ചറിൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെഡൊക്കെ വാങ്ങിക്കാം. അപ്പൊ അതാണ് പ്ലാൻ. അപ്പോൾ പോവാം. നമ്മൾ 11:30 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. സമയം ഇപ്പൊ 12:15 2 കടയിലാണ് മെയിൻലി പോകാനുള്ളത്. ഒന്ന് ലീൻ ബക്കറിലും ഒന്ന് ബേബി പാർക്കിലും. അപ്പോൾ രണ്ടും 2 അറ്റത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. ലീൻ ബക്കറിൽ പോയതിന് ശേഷം ഈ കേർട്ടനും കാർപ്പറ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ബേബി പാർക്ക് പോകാം. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം സണ്ണി ആയിട്ടുള്ളൊരു വെതർ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അധികം ആൾക്കാരും പുറത്ത് ഓടാനും സൈക്ലിങ്ങിനും ഒക്കെ പോവും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഈവനിങ് അവർ ബാർബിക്യൂ ചെയ്യുകയും ചെയ്യും. നമ്മൾ നാട്ടിൽ പോണതിന്റെ തൊട്ട് മുന്നേ നമ്മളിവിടെ കുറച്ച് കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനല്ല നോക്കാൻ പോകുന്ന കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു ഡിസ്കഷനാണ്, കുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ നമ്മൾ കാര്യങ്ങളൊന്നും വാങ്ങിക്കരുത്. ചിലവർ അതിന് ഓപ്പോസിംഗ് ആയിട്ട് കുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ വാങ്ങിക്കണം, വാങ്ങിയാൽ ബുദ്ധിമുട്ടാണ്, വാങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഡിസ്കഷൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നും ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓരോരോ സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ അവിടുത്തെ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചറിൽ കുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ കുട്ടീനെ വെൽക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. അത് ഏകദേശം നമുക്കൊരു 28 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് മിഡ് വൈഫ് നമ്മുടെ അടുത്ത് പറയാ, നമുക്കിനി വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാം. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഒപ്പം ക്രാംസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ലേഡി വരും എന്നുള്ളത്. അപ്പൊ അവര് വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ മിനിമം റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കഴിഞ്ഞായിരുന്നു. ആൻഡ് ഒപ്പം നമ്മളോട് മെല്ലെ ഷോപ്പിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് നമ്മൾ കുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ.
ഒന്നിപ്പോൾ നമ്മൾ ഡയപ്പർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഈ രാജ്യത്ത് നമുക്ക് ഇന്ന് പോയിട്ട് നാളെ പിക്ക് ചെയ്തെടുക്കാനുള്ളൊരു സാഹചര്യം ഇന്നേ വരെ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ചില കടകളിലൊക്കെ ചില ഫേർണിച്ചേഴ്സ് കിട്ടുന്നല്ലാതെ നമുക്ക് വേണ്ട ഒരു സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 to 12 weeks ഓഫ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് ഒരു 2-3 മാസത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിക്ക് ഒരു വാർഡ്രോബ് നോക്കി കഴിഞ്ഞപ്പോൾ 12 ആഴ്ചയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാർഡ്രോബിൻ്റെ വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ 12 ആഴ്ചയിൽ കുട്ടി ജനിച്ച് കുട്ടിയുടെ 28 അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ്. അതുകൊണ്ടാണ് ഒരു റീസൺ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ ഇവിടെ അധികവും ഇപ്പം നമ്മുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഞാനും വിഷ്ണുവും കൂടെയാണ് നമ്മൾ ഈ ഒരു ഡെലിവറി ഫേസ് ഡീൽ ചെയ്യുന്നത്. അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരുന്നത് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നു. വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ എത്തിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇവിടെ ഏത് കടയിൽ എന്ത് കിട്ടും, എത്ര പ്രൈസ് നമുക്കൊരു സാധനത്തിന് കൊടുക്കാം, അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് കൂടുതൽ എനിക്കും വിഷ്ണുവിനും ആയിരിക്കുമല്ലോ അറിയുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ലേഡിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സ്റ്റിച്ചസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ഒട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വിഷ്ണുവും ബിസി ആയിരിക്കും കുട്ടീനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പൊതുവേ ഇവിടുത്തെ ഒരു കൾച്ചറിൽ കുട്ടി ജനിക്കുന്നതിൻ്റെ മുന്നേ ഒരു 30 ആഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങി നെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും, ഇവിടെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും കുട്ടീനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 28th വീക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? അതെ, വിഷ്ണുവിന് പറയാനുള്ളത് നമ്മൾ ലേറ്റ് ആണെന്നാണ്. കാരണം രാവിലെ ഒരു 11-11 ആകുമ്പോൾ ഇറങ്ങണം വിചാരിച്ചു. 12:45 2 കടയിൽ പോകാനല്ലേ, 5 മണി വരെ കടകളുള്ളൂ. അപ്പോൾ നോക്കാം. ജൂലൈയിൽ ഡ്യൂ വരുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് നല്ല വെതറായിരിക്കും എന്നുള്ളതാണ്. ആകെ മൊത്തം കാര്യങ്ങൾക്കൊക്കെ ഒരു ഉഷാറുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, അമ്മയും അച്ഛനും വരുമ്പോൾ അവർക്ക് വലിയ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് ഹോഫ്തോർപ്പിലുള്ള ക്രൊക്കസ് അല്ലെങ്കിൽ ക്രൊക്കൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. നമ്മൾ വീട് മാറുന്ന സമയത്ത് അധികം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ഓരോ ഫേർണിച്ചേഴ്സ് കിട്ടാനും നോക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ കാർപ്പറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലീൻ ബെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കട കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. കാരണം ഇപ്പോൾ റോസും വിനീതും വീട് മാറിയല്ലോ. അവർ കുറച്ചധികം ഗവേഷിച്ച് നല്ല അഫോർഡബിൾ ആയ റേറ്റിൽ നല്ല അടിപൊളി സാധനം എവിടെ കിട്ടുക എന്ന് അന്വേഷിക്കുന്ന ഒരു കപ്പിളാണ്. അപ്പോൾ അവർ അന്വേഷിച്ച് നല്ല റേറ്റിന് അത്യാവശ്യം നമുക്ക് കാർപ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കട ലീൻ ബെക്കറാണ് എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രതുവും ഗീതവും കാർപ്പറ്റ് അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ലീൻ ബെക്കറിൽ എത്തിയിട്ടുള്ളത്. ആദ്യം കോട്ട് എടുക്കണം. കോട്ട് എടുത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കാർപ്പറ്റ് ചെയ്യിക്കാൻ. പ്ലേറ്റ്സ് അവിടെ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ മാറ്റാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്കുള്ള ഓപ്ഷൻസ്. ഈ കളറൊക്കെ കാർപ്പറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പ്രൈസാട്ടോ, 12 euro പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട് അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് വരുന്ന പ്രൈസ്. നമ്മൾ ഇന്നാൾ വന്ന് ഒരു കളറൊക്കെ നോക്കി വെച്ചായിരുന്നു. പിന്നെ സംശയമായി ചെയ്യണോ വേണ്ട, ഇപ്പം മാറ്റണോ എന്നൊക്കെ. പിന്നെ ഇപ്പം അങ്ങോട്ട് തീരുമാനിച്ചങ്ങോട്ട് മാറ്റാണ്. ഏതാ നമ്മൾ നോക്കി വെച്ചിരുന്നതെന്ന് ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ തവണ വിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും വന്നപ്പോൾ പറയുന്നുണ്ടായി കുറച്ചധികം കാലം കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് സ്ലിപ്പറി ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയും അച്ഛനും വരുമ്പോഴൊക്കെ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് കാർപ്പറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല, കുറച്ചും കൂടെ ഒരു അല്ലേ, കുറച്ച് ഡാർക്കായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. ചോദിച്ചു നോക്കിയേക്കാം. അത് അവിടെ നമ്മൾ കണ്ട ഓരോ കളർ കാർപ്പറ്റിനും അവൈലബിലിറ്റി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഓരോ വെയിറ്റിംഗ് പീരീഡാണ്. വെയിറ്റിംഗ് പീരീഡിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു കാർപ്പറ്റ് നമുക്ക് ഇവർ തന്നെ വന്ന് ഇട്ടേരും കേട്ടോ അവിടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏർലിയസ്റ്റ് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് 20th June ആണ്. അപ്പോൾ അതിനേക്കാളും മുന്നേ ഉള്ള കാർപ്പറ്റ് ഉണ്ടോ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു വന്ന്. വിനീതും പ്രതു ഇവിടുന്ന് കാർപ്പറ്റ് ചെയ്യിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വിനീതിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യണം കേട്ടോ വിഷ്ണു. നമ്മൾ അങ്ങനെ ഫൈനലി ഒരു കളർ സെലക്ട് ചെയ്തു. അതൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് നോക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ ഈ ലൈറ്റ് അല്ലേ, അപ്പോൾ സൺലൈറ്റിൽ പോയി നോക്കിയാൽ കുറച്ചും കൂടെ കറക്റ്റ് കളർ അറിയും. നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ വിഷ്ണു ഒരു 4-5 തവണ ആലോചിക്കുന്നത്. തീരുമാനങ്ങളൊക്കെ തീരുമാനമായെങ്കിലും വിഷ്ണു ഒന്നും കൂടെ ലാസ്റ്റ് ഫൈനലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. പക്ഷെ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം
അവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി വേറൊരു ലേഡി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ കുറച്ചും കൂടെ സമയം എടുക്കും തോന്നണോ. അപ്പോൾ നമുക്ക് 5 മണിക്ക് കടകൾ അടയ്ക്കുമല്ലോ. അപ്പോൾ സമയം 2 മണിയായി. ഒരു 3 മണിക്കെങ്കിലും നമുക്ക് ബേബി പാർക്കിലെത്തണം. അപ്പോൾ കേട്ടണും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാർപ്പറ്റും നോക്കി വെച്ചു. നാളെ വന്നിട്ട് ഇനി ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി. ഇതാണ് വിഷ്ണു. കാര്യങ്ങളൊന്നും കൂടെ നടക്കണില്ലല്ലോ. വിഷ്ണുവിന്റെ കാറിന്റെ മുകളിലാണ് എല്ലാ പക്ഷികളും അവരുടെ എന്താ ചെയ്യാ. നല്ല വെള്ള കാറ് കാണുമ്പോ ഒരു ഹരം തോന്നുന്നുണ്ടാവും. ചെറുതായി വിശപ്പിൻ്റെ ഒരു വിളി വന്നുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം നമുക്ക് ബാക്കി പരിപാടി. ഇവിടെ ലാപ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. അവിടുന്ന് ചെറുതായി ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പിന്നെ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നാളെ നമുക്ക് ഗാർഡൻ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിക്ക് വേണ്ട കുറച്ച് സംഗതികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട്. നമ്മളിനി ബേബി പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബേബി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട് സാന്താമില്. സാന്താമില് മാത്രമല്ല കേട്ടോ, ഹാർലം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ സാന്താമാണ് നമുക്ക് കുറച്ച് അടുത്തും. പിന്നെ അന്ന് പോയി നോക്കിയതൊക്കെ സാന്താമായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ആണ് നമുക്ക് സാന്താമിലോട്ടുള്ള. അപ്പോൾ അങ്ങോട്ട് പോകാം. ഈ സാൻഡാം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആംസ്റ്റർഡാമിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് പോകണമെന്ന് പറയുന്ന സാൻസിസ്കാൻസ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, വിൻമില്ലൊക്കെ ഉള്ളത്, അത് വരുന്നത് സാൻഡാമിലാണ്. അങ്ങനെ ഒരു 2 എക്സിറ്റ് മിസ് ചെയ്തിട്ട് നമ്മളൊരു 30 മിനിറ്റിലെത്തുന്നിടത്ത് 45 മിനിറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കിട്ടുമായിരിക്കും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വാങ്ങിക്കാൻ. ഒന്ന്, ഒരു ക്രിബ് വാങ്ങിക്കണം, ഒരു റോക്കർ വാങ്ങിക്കണം, പിന്നെ ഒരു ബാസ്ക്കറ്റ് നോക്കണ്ടോ, അത് നോക്കണം, പിന്നെ സ്ട്രോളർ നോക്കണം. ഇത്രയും 4 സംഗതികളാണ് നമുക്ക് 1 മണിക്കൂർ നോക്കി ഫൈനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ പോയിട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ആൾക്കാർ നടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു സ്ട്രോളർ ഉണ്ടായിരിക്കും. ഈ 2 രീതിയിലുള്ള ആൾക്കാർ മാത്രമാണ് നമുക്ക് അധികം കാണാൻ പറ്റുള്ളൂ. നോക്കി പഠിച്ചു വന്നത് ക്രിബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്രിബ് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ക്രാംസ്ബർഗ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം, എങ്ങനെയൊക്കെ നമ്മൾ കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരു ബാസ്നറ്റും അതേപോലെ ഒരു ക്രിബും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരേ സമയത്ത് രണ്ടിലും എങ്ങനെയാണ് മാറ്റി മാറ്റി കിടത്തി കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതൊക്കെ അവർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിൻ്റെ ഒപ്പം ഇനി ജൂലൈ ആയിട്ട് ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് തരാമെന്നും പറഞ്ഞു. നമ്മളൊരു കോ സ്ലീപ്പർ ബാസ്നറ്റാണ് നോക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ബെഡിനോട് ചേർത്തിടാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതിൻ്റെ ഒപ്പം ചെറിയൊരു റോക്കിംഗ് ഫീലും കൂടെ കിട്ടുന്ന രീതിയിലുള്ളൊരു ബാസ്നറ്റ്. വിഷ്ണു ഇത് ഏതെങ്കിലും രീതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ ഒരു വീലുണ്ട്. ആ വീല് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കാണുന്ന സംഗതിക്ക് ഒരു റോക്കിംഗ് ഫീൽ വരിക. അങ്ങനെ കുറേ ഹരിച്ചും കുണിച്ചും നമ്മളിതേ ഫൈനലി ഒരു ബാസ്നറ്റ് തീരുമാനിച്ചു. നമ്മൾ ഓൺലൈൻ കുറച്ചും കൂടി ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമുക്ക് 2 പേർക്കും ഒരു ഭയങ്കര ആദ്യത്തെ ഷോപ്പിംഗ് അല്ലേ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്ന് ഫീൽ ചെയ്ത് തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു. അതുകൊണ്ടാണ് 2 പേരും കൂടെ കുറ്റിയും പറിച്ചും ഇങ്ങോട്ട്. ഫൈനലി നമ്മൾ ഇവനെ ഡിസൈഡ് ചെയ്തു. ഫുള്ള് വൈറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫുള്ള് വൈറ്റ് ആകുമ്പോൾ ഈ ഒരു ഗ്രീനൊക്കെ കൂടുതൽ ഭംഗിയില്ലേ. അപ്പോൾ സെയിം തന്നെയാണ് ഇത് കേട്ടോ. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നേരത്തെ കണ്ടതുപോലെ നമ്മൾ വീൽസ് ഊരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റോക്കിംഗ് ഫീലുണ്ട്. അപ്പോൾ ഒരു ബാസ്നറ്റ് ഒരു ക്രിബ് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. നൈറ്റ് ടൈമിൽ നമുക്ക് കൂടുതൽ ബാസ്നറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ക്രിബ് നമുക്ക് ഡേ ടൈമിൽ ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് കൂടുതൽ കോസി ഫീൽ രാത്രി കിട്ടും. രാവിലെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിനോട് അവർ യൂസ്ഡ് ആവുമെന്നാണ് നമ്മുടെ അടുത്ത് ക്രാംസ്ബർഗ് പറഞ്ഞത്. ഇവിടെ നിന്നുള്ള ലേഡി അതന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ നെറ്റ് കുറവായതുകൊണ്ട് ഒന്നിൻ്റെയും പ്രൈസ് മനസ്സിലാവണമല്ലോ. എല്ലാവരും QR കോഡാണ് വെച്ചിട്ടുള്ളത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കും വിഷ്ണുവിന് നെറ്റില്ല. ഒന്നാമത്തെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച സ്ഥിതിക്ക് നമുക്കിനി 2ാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. അത് ഒരു ഡ്രസ്സറല്ല ഡയപ്പർ സ്റ്റേഷൻ, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ക്രിബുമാണ്. ഡയപ്പർ സ്റ്റേഷന് മിനിമം എത്ര ഡെപ്ത് വേണം എന്നുള്ളതൊക്കെ അവർ എഴുതി തന്നിട്ടുണ്ട്. കാരണം നമുക്കതിൻ്റെ മുകളിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി. ഈ ഒരു ടേബിൾ നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ഇയാളെ ഞാനിവിടെ നിർത്തിപ്പോയതാണല്ലോ. വിഷ്ണു, ഞാൻ ചോദിച്ചു സഞ്ജേട്ടൻ്റെ അടുത്തും അച്ചേച്ചിയുടെ അടുത്തും. പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുകയല്ലേ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത് നോക്കിയാൽ മതി. മാക്സിമം ഒരു 2.5, 3 ഒക്കെ മാക്സിമം കിട്ടലാണ്. അത്രേ കിടക്കുള്ളൂ എന്ന്. ക്രിബാട്ടോ അപ്പോൾ നോക്കി വെച്ചേ. നമ്മുടെ റൂമിൻ്റെ മൊത്തത്തിലുള്ള കളറിനോട് അത് മാച്ചായി പോകും തോന്നണു. പിന്നെ ബാക്കി നമുക്ക് വേണ്ട സേഫ്റ്റി കാര്യങ്ങളും സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ നോക്കി. ഇതെത്ര 70, 140യോ? നമ്മൾ എത്ര ഇപ്പോൾ നോക്കണ?
തീരുമാനങ്ങളെല്ലാം വളരെ പെട്ടെന്നായതുപോലെ ഞാൻ ഇനഫ് നോക്കിയില്ലേന്നൊരു സംശയം എനിക്ക്. കാരണം ക്രിബിൻ്റെയും ബാസ്നറ്റിൻ്റെയും നമ്മുടെ ഡ്രസ്സറുടെ ഒക്കെ ഓർഡർ വിഷ്ണു ദേ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു സംശയം, നമ്മൾ ധൃതി കൂട്ടിയോ? എനിക്ക് കുറച്ചധികം സമയത്ത് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ നല്ല തന്നെ ആയിരിക്കും, പക്ഷെ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ നോക്കായിരുന്നു തോന്നില്ലേ? അങ്ങനത്തെ ഒരു തോന്നല്. അതുകൊണ്ട് ഞാൻ പരതി നടന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ക്രിബിനും അതേപോലെ തന്നെ ബാസ്നറ്റിനും വേണ്ടിയിട്ടുള്ള ഫിറ്റിംഗ് ഷീറ്റും കാര്യങ്ങളൊക്കെ വേണം. അത് 3 പേർ വെച്ച് വാങ്ങിക്കാനായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. നമ്മുടെ ക്രിബിക്കുള്ള ബെഡാണ് നോക്കിക്കൊണ്ടിരിക്കണേ. ഇവിടെ ലെയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണു ഇപ്പം എടുക്കണ്ട, നമുക്കൊന്ന് ആലോചിച്ചിട്ട്, കാരണം ഇപ്പം 3 വളരെ പുറത്തുനിന്ന് എടുത്തില്ലേ, ബാക്കിയൊന്ന് ആലോചിച്ചിട്ട് എടുക്കാം. ഇവിടെ സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് ഇല്ല, പലതും പറയുന്നുണ്ട്. നമുക്കിനി ഈ ഒരു കുളിപ്പിക്കാനുള്ള ഐറ്റം ഒക്കെ വാങ്ങിക്കണം കേട്ടോ. എനിക്ക് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള സംഗതി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ വിഷ്ണുവിന് സ്ക്വയർ റെക്റ്റാങ്കിൾ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് നമ്മൾ അതിലോട്ട് പോയത്. ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് 2 പേർക്കും കൂടി ഇഷ്ടപ്പെട്ടതായി ഏകദേശം ഇതിൽ വരുന്ന രീതിയിലുള്ളൊരു ക്രിബായിരുന്നു കേട്ടോ. നേരത്തെ കണ്ടില്ലേ അത്. അപ്പോൾ 5 മണിയായി, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞാനും വിഷ്ണു മാത്രമേ ഉള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തെങ്കിലും നമുക്കുള്ളൊരു ഗുണം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 4 ആഴ്ചയാണ് ഡെലിവറി ടൈം അവർ പറഞ്ഞത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തെങ്കിലും നമുക്ക് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എപ്പോഴെങ്കിലും വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഓർഡറിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിട്ടേൺ പോളിസി ഉണ്ട് കേട്ടോ. 2 ആഴ്ചത്തോളം നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ക്രിബ്. ഇന്നത്തെ നമ്മുടെ അജണ്ടയിൽ നമുക്ക് ക്രിബും അതേപോലെ ഡയപ്പർ സ്റ്റേഷനും ബാസ്നറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് വെയിറ്റിംഗ് പീരീഡ് കൂടുതൽ വരുന്നത്. സ്ട്രോളറൊക്കെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് നോക്കാം. അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. പേരൊന്ന് തീരുമാനമായിട്ട് ഇവിടുന്ന് കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് നെയിമൊക്കെ ഒന്ന് സെറ്റാക്കണം. പക്ഷെ പേരാണ് തീരുമാനമാവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. 2 പേരും കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ല. വിഷ്ണുദേവിടെ ബില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. നമുക്കിങ്ങനെ സംശയമായി അവസാനം പേ ചെയ്യണോ വേണ്ടേ, അതോ നാളെ ഒന്നും കൂടെ വരണമെന്നൊക്കെ. പിന്നെ നമ്മൾ മറ്റേ ലീൻ ബെക്കറിൽ പോയത് വിഷ്ണു പറയണ്ടായി, പട്ടി എന്തൊക്കെയോ ഇതുപോലെ അവിടെയും പോയി കണ്ടുവന്നു. അങ്ങനെ ഇവിടെയും കണ്ടുവരേണ്ട വെച്ചിട്ട് നമ്മളൊരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം, നമുക്ക് അതിലെന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഓർഡറിൽ വരുത്താം. 2 ആഴ്ച നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. പാക്കേജിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മെഷർമെൻറ്റ്സിൽ ചേഞ്ചസ് വരുത്താം, സാധനങ്ങളിൽ മാറ്റം വരുത്താം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ തന്നെ എടുക്കാനും ചാൻസ്. ഒരു ബേസിക് പേയ്മെൻറ്റ് ചെയ്തിട്ട് വന്നു. നാട്ടിൽ പോയി വന്നതിന് ശേഷം കാര്യമായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. വിഷ്ണുവിന് 1-2 തവണ ഓഫീസിൽ പോകുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് എന്നല്ലാതെ. പിന്നെ ഞാൻ നാട്ടിൽ പോയി വണ്ടി ഓടിക്കാത്തത് കൊണ്ട് എനിക്ക് തിരിച്ചു വരുമ്പോഴും അങ്ങനെ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള വലിയ കൺഫ്യൂഷൻസും ഇഷ്യൂസും ഒന്നും അങ്ങനെ തോന്നാറില്ല. ഞാൻ ആദ്യം നമ്മുടെ ബേബി പാർക്കിൽ നിന്ന് ഇറങ്ങുന്നോടത്ത് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തെ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഗീതുവിനെയും അൻഷിഫിനെയും റോസിനെയും അമ്മു ചേച്ചിനെയും ദീപ ചേച്ചിനെയും ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇല്ല. ഇവിടെ ഇപ്പോൾ അൻഷിഫയും ഗീതുവും ഷെറീറും ഇവിടെ ഉണ്ട്. നമുക്കിന്ന് ഈവനിങ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ ഡിന്നറിന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് റോസും എല്ലാവരും വരും. അപ്പോൾ അവരെല്ലാവരെയും കൂടെ ഒന്ന് കണ്ടൊരു ഹായ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ടയർഡാണോ വിഷ്ണു? വിശക്കുന്നുണ്ട്. എന്താണ് ആ മിറർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഡിസൈനോ? ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം കിട്ടി. തിരിച്ചു വന്നിട്ട് ഗീതനെയും കാണിച്ചില്ല. ഓ, റൂഹിനെ കാണിച്ചില്ലല്ലോ. ഹായ് പറയോ റൂഹി. സുഖാണോ ചോദിക്കും എല്ലാവർക്കും? സുഖാണോ? സുഖാണോ? തിരിച്ചു വന്നിട്ട് ഗീതുവിനെ കാണിച്ചിട്ടില്ല, അൻഷിഫിനെ കാണിച്ചിട്ടില്ല, ഷെറീറിനെ കാണിച്ചിട്ടില്ല. വിഷ്ണു തന്നെ വന്നായിരുന്നു. എന്ത് വിഷ്ണു ചിരി. എനിക്കങ്ങനെ മേജറായിട്ടുള്ളൊരു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ചോറും മോരുകറിയും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും നാരങ്ങാച്ചാറൊക്കെ കണ്ടു കഴിഞ്ഞൊരു വിശപ്പ് വരുമല്ലോ. അതിൽ കുറച്ച് ചോറ് കഴിച്ചു. അങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. അഞ്ചിപ്പ റെഡി ആയിട്ടില്ല കേട്ടോ. അഞ്ചിപ്പ മാത്രം റെഡിയാവും. റെഡിയായി, ഞാൻ റെഡിയായി, ഐഷു റെഡിയാണ്, ഷരീർ റെഡിയാണ്. അഞ്ചിപ്പ അത്ര റെഡിയായി. അഞ്ചു മീശോ അടിക്കുകയൊക്കെ ചെയ്യും.
റോസ് വന്നിട്ട് താഴെ ഗീതുവിനെ പിക്ക് ചെയ്യാൻ. ഞാൻ പോവാണ്. ലേറ്റ് കമേഴ്സിന് കൂടെ ഞാൻ വരും. ടാറ്റ ഗീതു. ഞാൻ ഏർലി ബേർഡ് ആണ്. കേക്കോ? ഒരു വാഴയിൽ ഒരു പഴം കൊലച്ചു നിൽക്കുന്നുണ്ട്. ഒരു കൊല കൊലച്ചു നിൽക്കുന്നു. കുറച്ചു ദൂരെ, ഇത്രയ്ക്കൊന്നും ആലോചിക്കാലോ വിഷ്ണു, ഒരു വാഴ ഒരു പഴം അത്രേ ഉള്ളൂ. ദൂരെ ഒരു ദൂരെ ഒരു ലൈൻ. ആ ലൈനിൽ സിംഹമുണ്ട്, ജിറാഫുണ്ട്, കൊരങ്ങനുണ്ട്, അണ്ണാനുണ്ട്. 1 2 3 ഗോ എന്ന് പറഞ്ഞിട്ട് വിസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും ഫസ്റ്റ് പോയിട്ട് ആ പഴം പറിക്കാൻ പറ്റുക? അല്ല, ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നാണ് പറയണത്. എന്താണ് വിഷ്ണു മൂന്നാമത്തെ ഒരേ പോയി ക്വസ്റ്റ്യൻ പറഞ്ഞത്? സിംഹം, അണ്ണാൻ, ജിറാഫ്, കൊരങ്ങൻ. ആയിരിക്കും. ക്ലൈംബ് ചെയ്യാൻ പറ്റും, പറക്കാനും എളുപ്പമായിരിക്കും. സിംഹത്തിന് ക്ലൈംബിങ് കുറച്ച് പണിയായിരിക്കും. ജിറാഫിന് ക്ലൈംബ് ചെയ്യണ്ട, പക്ഷെ ഓടി എത്താൻ മേ ബി കുറച്ച് പണിയായിരിക്കും. ജിറാഫ് ഭയങ്കര സ്പീഡിലോട്ടും. ആണോ? ജിറാഫിന്റെ കഴിവ് മുഴുവൻ അറിയില്ല തോന്നണോ? താൻ പറയൂ വിഷ്ണു, ഇത് SSLC ക്വസ്റ്റ്യൻ. അണ്ണാൻ. എന്നാ എനിക്ക് ഇതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അണ്ണാനെ പറയുന്നവര് ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്നെ ഫസ്റ്റ് റൗണ്ടിൽ ക്യാൻസൽ. വിഷ്ണു അത്ര ശുഭാപ്തി വിശ്വാസമുള്ള ആളല്ല. കൊരങ്ങനാണെങ്കിൽ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ആണ്. അത് ശരിയാ, ഞാൻ നെവർ ഗിവ് അപ്പ്. 2 പൊറോട്ട കഴിച്ചിട്ട് അത് അങ്ങനെയാണ്. അണ്ണാനാണെങ്കിൽ നമുക്ക് അങ്ങനെ നെവർ ഗിവ് അപ്പ്. അണ്ണാനാണെങ്കിൽ ശുഭാപ്തി വിശ്വാസം. കാരണം ഏറ്റവും ചെറുതായിട്ടും ജയിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. കൊരങ്ങൻ ഹാർഡ് വർക്ക് ചെയ്യും. പൊതുവെ കൊരങ്ങന്മാരങ്ങനെ. ഇതിൽ കഥയിൽ ചോദ്യമില്ലേ, അത്രേ ഉള്ളൂ. ഇല്ല, ചോദിക്കില്ല. കിടിലം വെതറാണെന്ന്. രാത്രിക്ക് തണുപ്പ്. അല്ല, നാളെ നല്ല വെതറാണ്. ബാർബിക്യൂ വെതറാണെന്നാണ് വിഷ്ണുവിന്റെ ഓഫീസ് എന്ന് പറഞ്ഞത്. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം. എന്ന് നമ്മൾക്ക് ചെയ്യാം. പ്രസവിക്കുന്നതിന്റെ മുന്നേ ചെയ്യാൻ പറ്റും. പ്രസവിക്കുന്നതിന്റെ മുന്നേ ഒന്ന് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റോഹി കൈ പിടിച്ചു. ഇവിടെ സമയം എത്രയെന്ന് അറിയോ? ഇപ്പൊ 7:30 കഴിഞ്ഞു. നമുക്ക് വിന്റർ ആയി കഴിഞ്ഞാൽ നേരത്തെ ഇരുട്ടാവുന്നത് പോലെ തന്നെ സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി കൂടും. ഒരു 9. റോഹി ഓർക്കുന്നിരിക്കുന്നത് ഞാൻ ബാക്കിൽ അപ്പൊ സമയം നമുക്ക് കൂടുതൽ കിട്ടും. വെളിച്ചം. സൺസെറ്റ് 9:40. ഇനിയും കൂടില്ലേ? ശരിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്താണ് ഇത്ര സന്തോഷത്തില്? നല്ല ഉറങ്ങി, കാറിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ എനിക്ക് റോസിനെയും അമീനെയും കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴൊക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് നടുവേദന ട്രിഗറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ അർജൻറ്റായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ യൂഷ്വൽ വീക്കെൻഡ് പരിപാടികളൊക്കെ തന്നെ. എല്ലാവരും കൗച്ചിലിരുന്ന് വർത്താനം പറയുക. ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.